സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാൻ പോകുന്നൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂക്കടയിലേക്ക് പോയിരിക്കുകയാണ് രേവതി. ഈ സമയത്ത് അവിടെ വെച്ച് ആന്റണിയെ കാണുന്നുണ്ട്. തൻ്റെ അനിയനെ കൊണ്ടു നടക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് രേവതി കുറെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ആന്റണിയോട്. ഈ സമയത്ത് ആന്റണി നിന്റെ ഭർത്താവാണ് കുടിയെന്ന് പറയുമ്പോഴേക്കും രേവതി കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ ഭർത്താവല്ല നിങ്ങളാ കുടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണിയുമായിട്ട് അവിടുന്ന് രേവതി ഓരോ ബഹളാക്കി ഉണ്ടാക്കാണ്. അതും കഴിഞ്ഞ് ആന്റണി അവിടുന്ന് ആലോചിക്കുന്നുണ്ട്, ഇവക്കിട്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നല്ല പണി കൊടുക്കണം. എന്നെ അങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് അപമാനിച്ചോളല്ലേ, അവളെ അങ്ങനെ ഞാൻ വെറുതെ ഇടാൻ പോകുന്നില്ല എന്ന് അവൻ ഓർക്കുന്നുണ്ട്. ശേഷം രേവതി അവളുടെ കാര്യമൊക്കെ ആയിട്ട് പൂക്കളൊക്കെ ആയിട്ട് പോയിരിക്കാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സച്ചി കുറച്ച് പാർട്ടിക്കാരൊക്കെ ആയിട്ട് ഓട്ടം പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ബാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പം അയ്യോ അതൊന്നും വേണ്ട സച്ചി, നീയും വാ, ദാ ഇവന്റെ പാർട്ടിയാ, നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാന്ന് പറയുമ്പം അയ്യോ സാറേ വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ ഡ്യൂട്ടി സമയത്തൊന്നും മദ്യപിക്കാറില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പം അങ്ങനെ മദ്യപിക്കാറേ ഇല്ല, വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം, അതും ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴേ ഉള്ളെന്ന് പറയുമ്പോഴേക്കും പാർട്ടിക്കാരൻ പറയാണ്, അതെന്താടാ പോലീസ് പിടിക്കുന്നത് പേടിച്ചിട്ടാണോ? എങ്കിലേ നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം അതൊക്കെ, ഞാനൊരു പാർട്ടിക്കാരനല്ലേടാ, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറയുമ്പം അയ്യോ സാറേ അതൊന്നും ഇല്ല, ഞാൻ മദ്യപിച്ച് ഒരിക്കലും വണ്ടി ഓടിക്കാറില്ല, എനിക്ക് വണ്ടിയാണ് എൻ്റെ ദൈവം, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ അന്നമാണിൻ്റെ വണ്ടി എന്നൊക്കെ സച്ചി പറയുമ്പോൾ നിന്റെ ഒരു കാര്യം എന്നീ വാ അകത്ത് വന്ന് ചുമ്മാ ഇരിക്കുന്ന പറയുമ്പം അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആന്റണി ഉണ്ടായിരിക്കട്ടോ ആ ബാറിനുള്ളില്. അങ്ങനെ സച്ചി കുറെ നേരം അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇവര് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോയി അവരെ വിളിക്കാൻ ചെല്ലുമ്പം അവരെല്ലാവരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സച്ചിനെ അവർ കുറെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട സാർ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആന്റണിയോട് സുഹൃത്ത് പറയുന്നുണ്ട്, ഡാ അങ്ങോട്ട് നോക്കിക്കേ ആരാ വന്നിരിക്കുന്നതെന്ന്. ദാ സച്ചി അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്, അവൻ മദ്യപിക്കുവാണോടാ? ഏയ് അല്ല, അവൻ കുടിക്കുമെന്നല്ല, അവൻ ചുമ്മാ അവിടെ ഇരിക്കുക, ഓട്ടം വന്നാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സുഹൃത്ത് പറയുമ്പോൾ സച്ചിയാണെങ്കിൽ അവിടെ അവർക്ക് അടുത്തിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അവരാണെങ്കിൽ നന്നായി മദ്യപിച്ച് നന്നായി കുഴഞ്ഞിരിക്കുകയാണ്. ആ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട്, എടാ ഈ കുപ്പി ഒന്ന് പൊട്ടിച്ച് ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു കാടാന്ന് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എന്താ സാറേ ഇത്, എനിക്ക് പോകണം, സമയമാകുന്നു, കണ്ടോ ടൈം, എനിക്ക് വേറെ ഓട്ടോ ഓടാന്നൊക്കെ പറയുമ്പോൾ പോകാടാ സച്ചി എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ സച്ചി ആ ഒരു മദ്യക്കുപ്പിയൊക്കെ തുറന്നിട്ട് അത് ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവൻ പോയിട്ട് വീണ്ടും ആ യഥാസ്ഥാനത്തിന് പോയി ഇരിക്കുകയാണ്. ചുമ്മാ അവനോട് ഇരിക്കുന്നു കേട്ടോ, അവൻ മദ്യപിക്കുന്നേ ഇല്ല. അങ്ങനെ ആന്റണി ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവൻ മദ്യപിച്ചു എന്നാണല്ലോ എല്ലാവരും കരുതുക, ഇവൻ ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിക്കുന്നതല്ലേ കണ്ടുള്ളൂ, മറ്റൊന്നും ആരും കാണുന്നില്ല. എന്നിട്ട് നമ്മുടെ ആന്റണി അത് റിലീസ് ചെയ്യുന്നുണ്ട്, അതായത് ഫേസ്ബുക്കിലും അങ്ങനെ മറ്റെല്ലാ സ്ഥലങ്ങളിലൂടെ റിലീസ് ചെയ്യാണ്. ഇവനൊരു ഡ്രൈവറാണ്, മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അപകടം ഉണ്ടാവാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആന്റണി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാവുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ വർഷയുടെ അച്ഛനും കാണുന്നുണ്ട്. വർഷയുടെ അച്ഛൻ കണ്ടപാടെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇതാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്, അധ്വാനിച്ചുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ അഹങ്കാരമായിരുന്നു, ഇനിയിപ്പം ഞാനായിട്ട് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാള് വർഷയുടെ അച്ഛനാണെങ്കിൽ അവനെതിരെ കമ്മീഷണർ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടോ ഇതെനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാ, നന്നായിട്ട് താൻ ഉപയോഗിക്കണം, അതിന്റെ ഗുണമൊക്കെ തനിക്കുണ്ടാവും, അവനെ എന്നെ കുറെ വട്ടം ചുരിച്ചതാ, അവനുള്ള പണി ഇതോടുകൂടി കൊടുക്കണം, വെറുതെ ഒന്നും അല്ലല്ലോ മദ്യപിച്ച് അവൻ വണ്ടി ഓടിക്കുക, അതുകൊണ്ട് അവന്റെ വണ്ടി പിടിച്ചോണ്ട് പോകണം എന്ന് പറയുന്നുണ്ട്. ശരി ഞാൻ നോക്കിക്കോളാന്ന് ആ പോലീസുകാരനും പറയാണ്. അങ്ങനെ സച്ചി ആ പാർട്ടിക്കാരെയൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം രണ്ടാമത്തെ ഒരു ഓട്ടം വിളിക്കുകയാണ് കേട്ടോ. ഓട്ടം വിളിക്കുന്ന സമയത്ത് ആ ഓട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴി വെച്ച് അവര് നിർത്തുന്നു പറയുന്നുണ്ട്, എന്താ സാറേ വെള്ളം വേണോ, അതെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വണ്ടി സൈഡിലോട്ട് ഒതുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. സാർ എവിടെ വിട്ടാണെങ്കിലും ഞാൻ പെട്ടെന്ന് എത്തിക്കാന്ന് പറയുമ്പം നിന്റെ കൂടെ പോയാൽ എല്ലായിടത്തും പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞിട്ട് അവരെ ക്യാഷ് കൊടുക്കാണ്. എന്താ സാറേ കാര്യം ചോദിക്കുമ്പം മദ്യപിച്ചിട്ട് നീ വണ്ടി ഓടിക്കുന്നു ചോദിക്കുമ്പോഴേക്കും അയ്യോ സാറേ അങ്ങനൊന്നും പറയരുതേ, മദ്യപിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല, അതെന്റെ എത്തിക്സിന് ചേർന്നല്ല, അതും എൻ്റെ വണ്ടിയിൽ ആളുള്ളപ്പം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, നൈറ്റ് മാത്രമേ ഞാൻ വല്ലപ്പോഴും മദ്യപിക്കാറുള്ളൂ എന്ന് ഇയാൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ പാസഞ്ചേഴ്സ് കൂട്ടാക്കുന്നില്ല കേട്ടോ. അവർ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അത്രത്തോളം ഈ വീഡിയോ അങ്ങ് വൈറലാവുന്നുണ്ട്. മദ്യപിച്ചിട്ട് ലക്ക് കെട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നൊരു ടാക്സി ഡ്രൈവർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ലീക്ക് ആവുന്നത്.
സച്ചി ആകെപ്പാടെ തകർന്നു നിൽക്കായിരിക്കും. ഈ സമയത്ത് കമ്മീഷണർ വിളിച്ചിട്ട് ട്രാഫിക് പോലീസിന് സച്ചിയുടെ ഫോട്ടോയും വണ്ടിയുടെ നമ്പറും എല്ലാം അയച്ചു കൊടുക്കാണ്. ഈ റീൽസും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും കൃത്യമായി സച്ചി അവരുടെ മുന്നിലേക്ക് ഇരുന്ന് ചാടുകയാണ്. അവർ വണ്ടി നിർത്തിയിട്ട് അവനെ പിടിച്ചിറക്കുന്നുണ്ട്. എന്താ സാർ, എന്താ കാര്യം ചോദിക്കുമ്പോൾ, നീ മദ്യപിച്ച് വണ്ടി ഓടിക്കലെല്ലാം ചോദിക്കുമ്പോൾ, അയ്യോ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്നിട്ടും ചെയ്തിട്ടില്ല സാറ്, വേണമെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തിക്കോ, ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോലീസുകാർ പോകുന്നുണ്ട്. സച്ചി പിന്നാലെ ഓടുന്നുണ്ട്. സാറേ വണ്ടി എടുക്കരുത്, ഞാൻ മദ്യവെച്ചിട്ടില്ല, സത്യമാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എന്റെ അന്നാണ് ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാലും അവരൊന്നും കേൾക്കാതെ വണ്ടിയും കൊണ്ട് അവർ പോവാണ്. സച്ചി ആണെങ്കിലോ ആ റോഡിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്നുണ്ട്. ആകെപ്പാടെ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിലാവുന്നുണ്ട് നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ വീട്ടിലേക്ക് അവനിങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രേവതി ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരിക്കും കേട്ടോ. അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ അനിയന്റെ കയ്യിൽ പുതിയൊരു ഫോൺ കാണുന്നുണ്ട്. എവിടെ നിന്നാണ് നിനക്ക് ഈ ഫോണും ചോദിക്കുമ്പോഴേക്കും അനിയത്തി പറയുന്നുണ്ട്, ചോദിക്കുക ചേച്ചി, ഇതേ ആ ആന്റിന് വാങ്ങിച്ചു കൊടുത്തായിരിക്കും എന്ന് പറയുമ്പോഴേക്കും, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവനോട്ടുള്ളൊരു കൂട്ടൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോഴായിരിക്കും അവന്റെ ഫോണിൽ സച്ചിയുടെ ആ വീഡിയോ വരുന്നത്. അപ്പൊ തന്നെ സച്ചി ആ അനിയനത് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ദാ നിങ്ങൾ പറഞ്ഞ ആദർശവാനായ നിങ്ങളുടെ ഭർത്താവിന്റെ വീഡിയോ കണ്ടു നോക്ക്, മദ്യപിക്കത്തില്ലാത്ത എന്ത് സ്നേഹമുള്ള അളിയന അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്. ഇത് കാണുമ്പോഴേക്കും രേവതി ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. അമ്മയും അനിയത്തിയാണെങ്കിലും ഭയങ്കര കരച്ചിലായിരിക്കും. രേവതി കരഞ്ഞുകൊണ്ട് അവളുടെ വണ്ടിയായിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ഈ ഒരു വീഡിയോ വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയും അച്ഛനെ കാണിക്കുന്നത്. അച്ഛാ അതാ ഒരു സംഭവം ഉണ്ട് നോക്കെന്നും പറഞ്ഞിട്ട് ടി വിയിലിട്ട് എല്ലാവരെയും കാണിക്കാണ്. ആകെപ്പാടെ ഇവർക്ക് എല്ലാവർക്കും ഫോൺ കോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും ആകെപ്പാടെ നാണം കിട്ട് തോലി ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛനാണ് വിളിച്ചിട്ട് മഹിമയോട് പറയുന്നുണ്ട്, ഇതുപോലൊരു പ്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ട്, നീ വിളിച്ചിട്ട് അവളുടെ അമ്മയൊന്ന് ചൂടാക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയും എല്ലാവരും നിൽക്കുകയാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് കയറിയുമ്പോഴേക്കും ചന്ദ്ര കിടന്ന് കുറെ ചൂടാവുന്നുണ്ട്. നാണല്ലോടി, നീ അടുത്ത് വന്ന് കയറിയപ്പോ ഇനി ഇങ്ങനെയെല്ലാം ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പറയുന്നുണ്ട്. നീ കുടിക്കുന്നവന്റെ ഭാര്യ ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി ചോദിക്കാണ്, ഞാൻ കുടിക്കുന്നവന്റെ ഭാര്യയാണെങ്കിൽ അമ്മ ആരാ, അമ്മ ഒരു കുടികാരനെ അമ്മയല്ലെന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താടി പറഞ്ഞേ? അതെ, ഞാൻ പറഞ്ഞത് ശരിയാ, ഞാൻ സച്ചിനെ വിവാഹം കഴിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ. 30 വർഷം സച്ചിനെ വളർത്തിയത് നിങ്ങളാ. നിങ്ങൾ പഠിപ്പിക്കാത്ത മര്യാദയാണോ സച്ചിനെ ഞാൻ പഠിപ്പിക്കാൻ പോണത്? ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു വെക്കുന്നത് ശീലമായിരുന്നു. തോന്നിയ പോലെ മോനെ വളർത്തിയിട്ട് ഇപ്പൊ എന്റെ മക്കിട്ട് കീറുവാണോ എന്നൊക്കെ പറഞ്ഞ് രേവതിയും കുറെയൊക്കെ പറയുന്നുണ്ട്. രവിയാണെങ്കിൽ ചന്ദ്രയോട് മിണ്ടാതിരിക്ക്, ഇനി എന്തെങ്കിലും പറഞ്ഞ നിന്റെ ചെവിടി ഞാൻ അടിച്ച് പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് രവിയും ചന്ദ്ര വഴക്ക് പറയുന്നുണ്ട്. വർഷ പറയാണ്, നിങ്ങൾ എന്താ ഏടത്തിയെ കുറ്റം പറയുന്നത്? സച്ചിയിട്ടല്ലേ തെറ്റ് ചെയ്തത്, പിന്നെ ഏടത്തിന് എന്തിനാ കുറ്റം പറഞ്ഞൊക്കെ ചോദിച്ചിട്ട് വർഷ നമ്മുടെ രേവതിക്ക് സപ്പോർട്ട് പിടിച്ച് സംസാരിക്കാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ചന്ദ്രനെ വർഷയുടെ അമ്മ വിളിക്കുന്നത്. ചന്ദ്ര പറയാണ്, അയ്യോ വർഷം മോളെ, ദേ മോളുടെ അമ്മ വിളിക്കുന്നു, എന്തിനായിരിക്കുന്നു പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്താ ചന്ദ്ര ഇത്, ആകെപ്പാടെ ഞങ്ങളൊക്കെ തൊലി എറിഞ്ഞല്ലോ, ഓരോരുത്തരും വിളിച്ച് ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾ എന്താ മറുപടി പറയണ്ടേ? നിങ്ങളുടെ മകൻ കുടിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഇത്രത്തോളം ഒരു കുടികാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഡ്യൂട്ടി ടൈമിൽ പോലും കുടിച്ചിട്ടാണോ അവൻ ജോലി ചെയ്യുന്നത്? എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും വർഷം ഒന്ന് ഫോൺ മേടിക്കാണ്. അമ്മ എന്തായിട്ട് ഈ സംസാരിക്കുന്നത്? അമ്മ സച്ചിയേട്ടൻ കുടിച്ചെങ്കിലേ സച്ചിയോട് പറയണം, അല്ലാതെ അമ്മയെ വിളിച്ചല്ലേ പറയേണ്ടത്, അമ്മയ്ക്ക് നാണമൊന്നുമില്ലേ എന്നും പറഞ്ഞിട്ട് വർഷ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടാക്കാണ്. ചന്ദ്ര പറയുന്നുണ്ട്, അതെ എല്ലാവരും പറയട്ടെ, നാണം കേട് ആ ഒരുത്ത കാരണം ഞാൻ എന്നും എല്ലാവരും പോയി തലമുണിച്ചിട്ടേ ഉള്ളൂ, നശിച്ചവൻ ഒരു കാലത്തും എനിക്കൊരു സ്വയം നിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവളവിടുന്ന് പ്രാഗിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. രേവതി ആണെങ്കിലും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാണ്. രവി ആണെങ്കിലും ആകെപ്പാട് തകർന്നു പോയൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സച്ചി കയറി വന്ന പാടെ ശ്രുതി ചോദിക്കാണ്, നിങ്ങളെന്നാ മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞല്ലോ, എന്റെ ഭർത്താവിനെ നിങ്ങൾ എപ്പോഴും കുറ്റം പറയുമല്ലോ, ഇപ്പൊ എന്നിട്ട് എന്തുണ്ട്? എല്ലാവരെയും കുറ്റം പറയാൻ മാത്രമേ നിങ്ങളുടെ നാവ് പൊങ്ങുള്ളൂ, അല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. കള്ളും കുടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നടന്ന് എല്ലാവരും നിങ്ങൾ പഴിയേൽപ്പിക്കാല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശശി പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, മാറി നിൽക്ക് രേവതി, സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി അവന്റെ കയ്യിൽ നിന്ന് കൈവിടുന്നുണ്ട്. ഇത് സച്ചിക്ക് വല്ലാണ്ട് ഫീൽ ആകുന്നുണ്ട് കേട്ടോ. രേവതി, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല,
മനഃപൂർവ്വമായിട്ട് ആരെന്നെ കുടുക്കിയതാ. ഞാനേ കാറും കൊണ്ട് വരുമായിരുന്നു. ഞാൻ ബാറിൽ പോയതിൽ സത്യമാണ്. പക്ഷെ ഞാൻ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. ഞാൻ കുടിച്ചിട്ടില്ല രേവതി, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ രേവതി അവരെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ രവിയുടെ അടുത്തേക്ക് ചെല്ലാണ് സച്ചി. രവിയോട് പറയുന്നുണ്ട്, അച്ഛാ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. ഇതാരും മനഃപൂർവ്വം കരുതിക്കൂട്ടി വീടെടുത്ത് ചെയ്തതാണ്. എനിക്കറിയാം അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ എന്നൊക്കെ പറയുമ്പോഴേക്ക് രവി പറയുന്നുണ്ട്, മിണ്ടി പോവരുത് നീ. ഇത്രയും കാലം ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്തു, പക്ഷെ ഇപ്പൊ നീ എന്നെ നാണം കെടുത്തി കളഞ്ഞു എല്ലാവരും മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ് രവി അവിടുന്ന് പറയുമ്പോഴേക്കും സുധി പറയാണ്, ഓ ഇത്ര നാളും എന്തൊരു ആദർശവാനായിരുന്നു. എല്ലാവരും മുമ്പിൽ എന്നെ താത്തിക്കിടാൻ ഇവന് ഭയങ്കര മിടുക്കായിരുന്നല്ലോ. ഇപ്പൊ എവിടെ പോയാലും നിന്റെ നാക്കൊക്കെ പറടാ പറ, എന്നെ കുറെ കൂടി കുറ്റം പറ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദാ മിണ്ടി പോവരുത് കേട്ടോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം ഇടപെടണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും മിണ്ടായിടാന്ന് പറഞ്ഞ് രവി നമ്മുടെ സച്ചി അടിക്കാനായിട്ട് കൈ ഒങ്ങാണ്. അച്ഛാന്ന് പറഞ്ഞ് രേവതി വിളിക്കുമ്പോഴേക്കും അവനത് കൈ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി കരഞ്ഞുകൊണ്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കാണ്. അച്ഛനും വല്ലാത്തൊരു ഭാവത്തിൽ നോക്കാണ്. സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കാൻ ഞാൻ കരുതിയത്, പക്ഷെ അച്ഛൻ പോലും എന്നെ വിശ്വസിച്ചില്ലല്ലോ. ഇത്രയും കാലം ഞാൻ കുടിച്ചു നടന്നപ്പോ എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുടിക്കാൻ നടന്നപ്പോ എല്ലാരും എന്നെ കുടിയാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാം അല്ലേ? ശരി, ആരും എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വല്ലാണ്ട് വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ശേഷം അവിടുന്ന് രേവതി പൂവിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പൂ മേടിക്കാൻ വന്ന കുറെ പെണ്ണുങ്ങളാണെങ്കിൽ സച്ചിന്റെ കാര്യം പറയാണ്, എങ്കിലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞില്ല മോളെ, നിന്റെ ഭാവി തന്നെ നശിച്ചല്ലോ. ഇങ്ങനെ ഒരു കുടിയനെ കിട്ടിയ മോൾ എങ്ങനെ ജീവിക്കുന്നു? അവൻ മോളെ അടിക്കുവോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും അവളെ ഓർന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അവളെ തന്നെ നോക്കി ഓർന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു സ്ത്രീ എന്നിട്ട് പറയാണ്, മോളെ ദാ ഈ ഒരു മരുന്ന് കണ്ടോ, ഇത് വല്ല ജ്യൂസിലും കലക്കി കൊടുക്ക്, അവനെ ആ കുടി അപ്പൊ തന്നെ നിർത്തിക്കോളും, എന്റെ ഭർത്താവിന്റെ കുടി ഞാൻ ഞങ്ങൾ നിർത്തിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് അങ്ങനെ പറയുന്നുണ്ട്. അത് ഇവള് മേടിച്ച് ഇവളുടെ ബോക്സിൽ വെക്കാണ്. ഈ സമയത്ത് ആന്റണി അങ്ങോട്ടേക്ക് വരും. ഹലോ, എന്തുണ്ട് വിശേഷം? അല്ല, ഇന്നലെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ, എന്റെ ഭർത്താവ് കുടിയനല്ല ഞാനാ കുടിയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ ഇതുപോലെ മദ്യപിച്ച് നടക്കാറില്ല. നൈറ്റ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാ മദ്യപിക്കാറ്. അല്ല നിന്റെ ഭർത്താവിനെ പോലെ ഡ്യൂട്ടി ടൈമിലും ആളെ വെച്ച് കാറെടുക്കുന്ന സമയത്തൊന്നും ഞാൻ കുടിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അയാൾ പറയുന്നുണ്ട്. അവക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടം വിഷമമൊക്കെ വന്നിട്ട് അവൾ കരഞ്ഞോട് നിൽക്കാം കേട്ടോ എന്നും പറഞ്ഞ് ആന്റണി കുറെ കളിയാക്കിയിട്ട് അവളുടെ അടുത്തൊന്നും പോകുന്നുണ്ട്. അതിനുശേഷം അവൾ പൂ കൊണ്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ വഴി വെച്ച് കാണുന്നത്. എന്നിട്ട് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തിക്കുന്നുണ്ട്. എന്ത് പറയാനാ, നിങ്ങളുടെ കൂട്ടുകാരെ കാരണം നാണം കെട്ടിരിക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായി. അപ്പോഴേക്കും കൂട്ടുകാരൻ പറയാണ്, സച്ചി എങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നേ വരെ അവൻ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. അവൻ വണ്ടി കൈകൊണ്ട് തൊടുന്നുണ്ടെങ്കിൽ അവൻ കുടിച്ചിട്ടുണ്ടായിരിക്കില്ല, ഉറപ്പാ. പക്ഷെ രാത്രിയിലൊക്കെ അവൻ കുടിക്കും, അത് ശരിയാ. പക്ഷെ നിങ്ങളുടെ കല്യാണ ശേഷം അവൻ ഒരുപാട് മാറി. ഇപ്പൊ കുറെ കാലമായിട്ട് അവന് കുടിയൊന്നുമില്ല. വല്ലപ്പോഴും ആഴ്ചയൊരിക്കലും കാണാം ഞങ്ങൾ കൂടിയ, അതും കുറച്ച്. രേവതിനെ വഴക്ക് പറയുന്നു പറഞ്ഞ് പേടിച്ചിട്ട് അവൻ ചെയ്യാറ് കൂടിയില്ല. നിന്നുള്ള സ്നേഹം കൊണ്ട രേവതി അവനിപ്പോ അങ്ങനൊന്നും ചെയ്യാറ് കൂടി ഇല്ലാത്തത്. അത് നീ മനസ്സിലാക്കണം. അവൻ ഒരുപാട് തകർന്ന ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് പോയത്. പാവം നീയും അച്ഛനും ഒക്കെ അവൻ ഓർന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. വണ്ടി വിട്ടുവിടാത്തതിലും അവൻ ഒത്തിരി സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്. രേവതി ചോദിക്കാണ്, കുടിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, സച്ച് കുടിക്കില്ല, എനിക്ക് ഉറപ്പാ. ഇവിടെ നിന്നല്ലേ അവൻ ഓട്ടം പോയത്. കുറെ പാർട്ടിക്കാരെ കൂടെ ഓട്ടം പോയത്. അവര് ഭാര്യക്കാരെ കുടിച്ചു കാണും, പക്ഷെ അവൻ കുടിക്കത്തില്ല, എനിക്കത് ഉറപ്പാ. സച്ച് കുടിച്ചു കഴിഞ്ഞുള്ള ഇതൊക്കെ എനിക്കറിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സച്ചി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും വണ്ടി പോയി ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, കുടിച്ച് വണ്ടി ഓടിച്ച് ഇത്രയും നാണം കെടുത്തിട്ട് പോരാടാ നിനക്ക്. ദാ നിന്റെ വീഡിയോസ് ഒക്കെ വൈറലായി. ഇനി എന്താ നീ എന്താ പറയാൻ പോണത്? മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ, വണ്ടിയില്ല ഒന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. സാർ പ്ലീസ് സാർ അങ്ങനെ പറയില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും നീ പോയിട്ടെ ഒരു കേട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചായയും പേപ്പറും ഒക്കെ മേടിക്കാണ്. എന്നിട്ട് അവസാനം വണ്ടിയില്ല ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് സച്ചി ഇറക്കി വിടുന്നുണ്ട്. ആകെപ്പാടെ വല്ലാണ്ടായി വിഷമിച്ച് സച്ചി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ സച്ചി പോയി പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സച്ചി അങ്ങനെ ആകെപ്പാടെ തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ നടക്കാണ്. കൂട്ടുകാരെ പോയി കാണുകയും ഓരോന്നൊക്കെ പറഞ്ഞ് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൻ വീട്ടിലേക്ക് ചെല്ലാണ്. ആ സമയത്തായിരിക്കും അച്ഛനും രേവതിയും കൂടെ സംസാരിക്കുന്നത് കാണുന്നത്. അച്ഛനും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, അവളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ മാറി നന്നായി ജീവിക്കാണെന്ന് ഞാൻ കരുതിയത്, എല്ലാരും വായനിങ്ങനെ നാണം കെടുത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടോ. ഈ സമയത്ത് രേവതി ആണെങ്കിൽ
അവന് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് പിഴിഞ്ഞിട്ട് പാർത്തി വെച്ച് ഈ മരുന്നും ചേർത്ത് വെച്ചേക്കായിരിക്കും. അപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത്. അതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. എന്നാൽ രേവതി ഈ പഴം കൊണ്ടുവന്ന് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി വെച്ച് മരുന്ന് കലക്കിയേക്കാണെന്ന് അറിയാതെ ചന്ദ്ര അകത്തേക്ക് വരുന്നുണ്ട്. ഓ, അവളുടെ ഭർത്താവിന് ജ്യൂസ് മേടിച്ച് പിഴിഞ്ഞു വെച്ചേക്കായിരിക്കും. എങ്കിൽ പിന്നെ അവൾക്ക് കുറച്ച് മദ്യം മേടിച്ച് വെക്കില്ലേ, അതാണല്ലോ അവന് ഇഷ്ടം എന്നും പറഞ്ഞിട്ട് അവള് ജ്യൂസ് മൊത്തം കുടിക്കാറട്ടോ, ആ മരുന്ന് കലക്കിയ ജ്യൂസ്. ഇതൊന്നും പറയാതെ രേവതി നമ്മുടെ സച്ചി കൂടെ അച്ഛനോട് ഉണ്ടാവുമ്പം അച്ഛൻ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. രേവതി, അച്ഛൻ എന്താ രേവതി ഇങ്ങനെ, നീയും എന്നെ വിശ്വസിക്കുന്നതിന് ചോദിക്കുമ്പം സച്ചിയേട്ടാ അച്ഛനെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വന്നു, ചേട്ടന് സച്ചിനെ പിഴിഞ്ഞെടുക്കാൻ പറഞ്ഞു. സച്ചിന്റെ അകത്തേക്ക് കയറുക, പിഴിഞ്ഞിടാന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആണോ, ഞാൻ ഇപ്പൊ തന്നെ വരാൻ രേവതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൈയും കാലൊക്കെ കഴുകാനായിട്ട് പോകാൻ കേട്ടോ. പാവം നമുക്കപ്പോൾ സച്ചിയെ കാണുമ്പോൾ സങ്കടം തോന്നും. ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരും എന്നെ സംശയിക്കുകയാണല്ലോ. രേവതി പോലും കൂടി നിർത്താൻ വേണ്ടിയിട്ട് അവനറിയാൻ മരുന്ന് കലക്കി വെച്ചേക്കല്ലേ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ. സച്ചി അങ്ങനെ കൈയും കാലൊക്കെ മുഖം കഴുകാൻ പോവാണ്. ഈ സമയത്ത് അവൾ പോയി ജ്യൂസ് നോക്കുമ്പോഴേക്കും ജ്യൂസ് എടുത്ത് ചന്ദ്ര കുടിച്ചുകൊണ്ടായിരിക്കും. ഇവൾ ആ പാടെ പേടിച്ച് നിൽക്കാണ്. ഈശ്വര, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഒന്ന് പോയി ചോദിച്ചാൽ അവരോട്, അമ്മയോട് പറഞ്ഞാലോ, വേണ്ട എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് രേവതി ആണെങ്കിൽ ആ പെണ്ണിനോട് വിളിച്ച് ചോദിക്കാണ്. അല്ല, നിങ്ങളൊരു മരുന്ന് തന്നില്ലേ? അതെ, എന്റെ അമ്മായിമ്മ കുടിച്ചു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വലിയ പ്രശ്നമൊന്നുമില്ല, അവർ മദ്യപിക്കാത്തതുകൊണ്ട് അവർക്ക് വയറിളകും, ഛർദിക്കും, അതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഭാമ കയറി വരുന്നത്. ഭാമ വന്ന് ചന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കായിരിക്കും കേട്ടോ. അവൾക്കൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവൾ ടോയ്ലറ്റിലേക്ക് പോയി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഫുഡ് പോയ്സൺ അടിച്ചാണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. എല്ലാവരും സച്ചിയും രേവതിയും വർഷയും അങ്ങനെ എല്ലാവരും ചന്ദ്രയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. നമ്മുടെ രേവതിക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടം വിഷമമായിട്ട് വയ്യ. ചന്ദ്ര ആകെപ്പാടെ ഡള്ളായി പോകുന്നുണ്ട് കേട്ടോ. എന്ത് സംഭവിച്ചാണെന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ്. എനിക്കറിയില്ല, നിങ്ങൾ കഴിച്ചില്ല ഞാനും കഴിച്ചുള്ളൂ, അല്ലാതെ ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ദാ ഇവള് പിഴിച്ച ഒരു ജ്യൂസ് ഞാൻ കുടിച്ചു, അതേ ഞാൻ കുടിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബാബ പറയാണ്, ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് നല്ലതല്ലേ ശരീരത്തിന് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അല്ല അത് അച്ഛൻ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന പഴമല്ലേ രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പഴമൊന്നും മേടിച്ചില്ല രേവതി, ഏത് ഫ്രൂട്ട്സിനാണ് നീ പറഞ്ഞു എന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, എല്ലാരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം ചെയ്ത എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, എന്താടി നീ എന്താ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പിന്നെ ഈ സച്ചിയുടെ കൂടി നിർത്താനായിട്ട് ഞാനൊരു പൊടി അതിൽ കലക്കി വെച്ചിരുന്നു, അത് അമ്മ എടുത്ത് കുടിച്ചതാണെന്ന് പറയുമ്പോഴേക്കും അവിടുന്ന് രേവതിനെ സച്ചി ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട്. കാരണം തന്നെ എത്രത്തോളം വിശ്വസിക്കുന്നില്ലെന്നോർത്ത് ചങ്ക് പൊട്ടി സച്ചിയോട് നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് ചന്ദ്രനാണെങ്കിൽ ചാടി എഴുന്നേക്കുന്നുണ്ട്. എടി, നീ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലടി എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയാണ്, അമ്മയെ സത്യമായിട്ടും അല്ല, സച്ചിയുടെ കൂടി നിർത്താൻ വേണ്ടി ഞാൻ ചെയ്തതാ, അതിങ്ങനെയാവുന്ന ഞാൻ കരുതിയില്ല, അമ്മ എടുത്ത് കുടിക്കുന്നത് ഞാൻ അറിഞ്ഞു, ഞാൻ സച്ചിയെ പിഴിച്ചിട്ട് പോയതല്ലേ, അമ്മ ഇതിനകത്ത് കുടിച്ചെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. രവി പറയാണ്, എന്തായാലും മോൾ അറിയാതെ ചെയ്തതല്ലേ, സാരയില്ല, നീയല്ലേ എടുത്ത് കുടിച്ചത്, നിനക്ക് വേണ്ടി ചെയ്തൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രവി ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതി നമ്മുടെ സച്ചിന്റെ പിന്നാലെ പോവാണ്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലോ അവളെന്നെ കൊല്ലാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരയുന്നുണ്ട്. ടെറസിലാണെങ്കിൽ സച്ചി ഇരിക്കാതിരിക്കും, അങ്ങോട്ടേക്ക് ചന്ദ്ര പോകുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, സത്യമായിട്ടും രേവതി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാതെ എല്ലാവരും എന്നെ അങ്ങനെ ശിക്ഷിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്നുള്ള തോന്നുക, നീയും കൂടി എന്നെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. എന്റെ അച്ഛൻ കണ്ടോ എന്നെ മറുത്ത് പറഞ്ഞത് കേട്ടോ, എന്നെ അടിക്കാൻ വന്നത് കണ്ടോ, ഇന്ന് വരെ അച്ഛൻ എന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ട് ഒരുപാട് തവണ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ശരിയാ, പക്ഷെ ഇന്ന് വരെ എന്റെ അച്ഛൻ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത് നിനക്ക് വേണ്ടിയാ രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതി എന്നൊക്കെ പറഞ്ഞ് അവളുടെ മടിയിൽ കിടന്ന് കരയുമ്പോഴേക്കും രേവതി അവൻ തലോടുന്നുണ്ട്. സാറില്ല സച്ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ആരോ ഉണ്ട്, ഞാനത് കണ്ടുപിടിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ നമ്മുടെ സച്ചി ഓട്ടം പോയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി നേരെ ബാറിലേക്ക് പോവാണ്. അത് സച്ചിയാക്കിയിരുന്ന ആ ബാറിലെ ബാറിലേക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും കുറെ പേര് ക്യൂ നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു വ്ളോഗർ വരുന്നുണ്ട്. അയാൾ വന്നിട്ട് കാലം പോയ പോക്ക് നോക്കണേ, നേരം വിളിക്കുന്നതിന് മുമ്പേ കുറെ പുരുഷന്മാർ വന്ന് ബാറിന് മുമ്പിൽ ക്യൂ നിൽപ്പുണ്ട്, എന്നാലേ ഇപ്പൊ അതല്ല ട്വിസ്റ്റ്, ദാ സ്ത്രീകൾ വരുന്ന ക്യൂ നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും
ദാ ചേച്ചി, എന്താ പ്രശ്നം? ചേച്ചിയുടെ ഭർത്താവ് മുഴുകുടിയനാണോ, അതോ ഭർത്താവ് ചേച്ചിനെ ഉപദ്രവിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ചേച്ചി കള്ളുടിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇത് ലൈവ് ആണോ എന്ന് ചോദിക്കാതെ രേവതി അതേ ചേച്ചി പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാളുടെ കർണക്കുറ്റി നോക്കി ഒറ്റ അടി ചുരുക്കാണ് രേവതി. ചേച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും എന്താടാ, നിനക്കൊക്കെ ഒരു ഫോണും എന്തെങ്കിലും കണ്ട ഉടനെ നീയൊക്കെ ലൈവ് ഇട്ട് എല്ലാവരും നശിപ്പിക്കുമല്ലേ? നീ ഒറ്റൊരുത്തം കാരണമാ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ കാരണം ചോദിക്കാണ്. എന്റെ ഭർത്താവ് മദ്യപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കള്ളവെടി ഉണ്ടാക്കിയിട്ട് എന്റെ ഭർത്താവിന്റെ ജീവിതം പോലും നശിച്ചു. അത് കണ്ടുപിടിക്കാൻ ഇനി ഇങ്ങോട്ടേക്ക് വന്നേന്ന് അയാളോട് പറയുന്നുണ്ട്. കണ്ടോ, ഭർത്താവിനെ നിരപരാധം തെളിയിക്കാൻ വന്ന ഒരു ധീര വനിതയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ പ്ലേറ്റ് മാറ്റി ഇടുന്നുണ്ട്. നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് രേവതിയോട് നിൽക്കുമ്പോഴേക്കും ആ കടക്കാരൻ വന്ന് കഥ ഉറക്കാണ്. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. രേവതി പോയിട്ട് കാര്യങ്ങളെല്ലാം അയാളോട് പറയുന്നുണ്ട്. കാല് പിടിച്ച് പറയണം, എന്റെ ഭർത്താവിനേക്ക് രക്ഷിക്കണം, ആ CCTV ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കാണ്. അങ്ങനെ രേവതിയുടെ നിർബന്ധപ്രകാരം ആ CCTVയുടെ ഫുട്ടേജ് അയാൾ കാണിക്കുന്നുണ്ട്. നോക്കുമ്പം ആന്റണി അവിടുന്ന് വീഡിയോ എടുക്കുന്നതായിട്ടും സച്ചി മദ്യപിച്ചിട്ടേ ഇല്ലെന്നുള്ളത് കാര്യമൊക്കെ കാണുന്നു കേട്ടോ. സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നതും അകത്തുനിന്നവർക്ക് ഒഴിച്ചു വെക്കുന്നതും ചുമ്മാ അവിടെ പോയി ഇരിക്കുന്നതും അതിനുശേഷം അവിടുന്ന് ഇറങ്ങി പോകുന്നവരുടെ വീഡിയോ ഒക്കെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റണി അവിടുന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്താണെന്നുള്ള കാര്യങ്ങളും കാണുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ നമ്മുടെ രേവതി അവളുടെ ഫോണിലേക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം അവളിത് എഡിറ്റ് ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഇതും അടുത്ത നിമിഷം ഇതും എല്ലായിടത്തും വൈറലാകുന്നുണ്ട്. അങ്ങനെ രേവതി നേരെ സച്ചുള്ള സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കൂടെ അവിടെ നമ്മുടെ ശ്രീകാന്തും കാണും കേട്ടോ. അങ്ങനെ ശ്രീകാന്തും രേവതിയും കൂടാണ് നമ്മുടെ സച്ചിയെ കാണാൻ വരുന്നത്. സച്ചിയേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി, ദാ വീഡിയോ കണ്ടോന്നും പറഞ്ഞിട്ട് രേവതി സച്ചിയെ വീഡിയോ കാണിക്കാണ്. സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ രേവതി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എല്ലാരും കൂടി എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തും സോറി പറയുന്നുണ്ട്. സോറി ഏട്ടാ, കാണുമ്പം ആരാണെങ്കിലും അങ്ങനല്ലേ കരുതുള്ളൂ. എന്തായാലും സച്ചിയേട്ടനും ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് രേവതിയും ശ്രീകാന്തും കൂടി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാണ്, ഞാൻ ഇന്നലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ആരോ ഒരാള് എന്നോട് വൈരാഗ്യമുള്ള ഒരാളാ ഇങ്ങനെ ചെയ്തത്. ഞാൻ ബാറിലേക്ക് പോയെന്നുള്ള സത്യമാണ്, പക്ഷെ അവിടെ പോയി ഞാൻ കുടിച്ചിട്ടില്ല. ഇന്ന് ഡ്യൂട്ടി ടൈമിൽ ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല. എന്നെ മനപ്പുറം കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്താണെന്നൊക്കെ പറഞ്ഞ സച്ചി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ ലീക്കാകുകയും അത് വൈറലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അടിച്ച് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും തിരിഞ്ഞിരിക്കാണ്. സച്ചി പറയുന്നുണ്ട്, സാരല്ല രേവതി, എന്തായാലും നീ സത്യം കണ്ടുപിടിച്ചല്ലോ, എനിക്ക് അത് മതി എന്ന് പറയാണ്. സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, കണ്ടോ നമ്മുടെ ചേച്ചിയുടെ സ്നേഹം കണ്ടോ, ഏതെങ്കിലും ഭാര്യമാര് ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഏതെങ്കിലും ഭാര്യമാര് ഇത്രയൊക്കെ റിസ്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? എന്റെ സച്ചി ഭാഗ്യമുള്ളവനാ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട്. ശ്രീകാന്തും അങ്ങനെ തന്നെ പറയാണ്. രേവതി പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാറ് പോയി തിരിച്ചെടുക്കണം എന്നും പറഞ്ഞിട്ട് രേവതി സച്ചിയെയും കൂട്ടി ശ്രീകാന്തിനെയും കൂട്ടി നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഈ വീഡിയോസും ആ ഒരു CCTV ഫുട്ടേജസും എല്ലാം തന്നെ ഇവര് കാണിക്കുന്നുണ്ട് കേട്ടോ. രേവതി കാണിക്കാണ്. അങ്ങനെ സച്ചിയുടെ കാറ് സച്ചി നിരപരാധിയാണ് തെളിഞ്ഞുകൊണ്ട് തന്നെ അവര് സോറിയൊക്കെ പറഞ്ഞ് കാറ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആന്റണി അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ആന്റണിയും അത് മാത്രമല്ല നമ്മുടെ രേവതിയുടെ അനിയനും കാണും. ദാ ഇവനാ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആന്റണി അങ്ങോട്ടേക്ക് വിളിക്കാണ്. ആന്റണി അവന്റെ മാനനഷ്ടം ഉണ്ടായതിന് 1 ലക്ഷം രൂപ നീ കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവന്റെ കാശൊന്നും എനിക്ക് വേണ്ട, അവന് കട്ടുമോടിച്ചുണ്ടാക്കിയ കാശാ, അതെനിക്ക് വേണ്ടെന്ന് സച്ചി പറയുന്നുണ്ട്. ഇവനെ ഇങ്ങനോട്ടാ പറ്റില്ല സാറേ, ഇവനെ ഞങ്ങളുള്ള വൈരാഗ്യത ചെയ്തതാ, ഇവനെ ജയിലിലാക്കണമെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ അവനെ പോലീസ് FIR എഴുതി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, അവനെ ഇവിടെ നിന്ന് വിടണ്ടായിരുന്നു, അവനെ പുറത്തിറക്കിയിട്ട് സച്ചിയുടെ നല്ല ഇടി കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ, നിന്റെ ഇഷ്ടം അതാണോ, ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ആരെങ്കിലും ശരിക്കിട്ട് തല്ലുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട്, ഡാ നീ ഇവിടെ വെച്ചിട്ട് തല്ലുകൂടാൻ ചോദിച്ചിട്ട് സച്ചി വഴക്ക് പറയുന്നുണ്ട്. സോറി സാർ, എന്റെ ഭാര്യ ആഗ്രഹിച്ചു അവൻ്റെ 2 കൊടുക്കണമെന്ന്, അതുകൊണ്ടാ സാർ സോറി എന്നും പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി നമ്മുടെ ശ്രീകാന്തിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. 3 പേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ രേവതിയുടെ അനിയനെ അവിടെ കാണുന്നത്. അവൻ ആകെപ്പാടെ ഇളിബ്യനായി നിൽക്കായിരിക്കും. ഈ സമയത്ത് നമ്മുടെ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, രേവതി ബാ പോകാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കണ്ടോടാ നിന്റെ ആന്റണി കാണിച്ചത്, എന്റെ ഭർത്താവിനെ നീ കുറെ കുറ്റം പറഞ്ഞല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ സച്ചിയേട്ടനെ ഡീസന്റാ, നീ ദൈവത്തെ പോലെ കാണുന്ന ആന്റണി ഉണ്ടല്ലോ, അവനാ ഇതെല്ലാം ചെയ്തത്.
ഇപ്പൊ മനസ്സിലായില്ലടാ അവന് കൂടുന്ന ചതിക്കാണെന്ന്. ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് ജീവിക്ക് എന്ന് രേവതി പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴേ നീ അവൻ്റെയൊക്കെ കൂടെ കൂടി എന്തെങ്കിലും കേസിലേക്ക് അകപ്പെട്ടു പോയാലേ പിന്നെ പുറത്തേക്ക് പോകാനോ ഒന്നും പറ്റില്ല. നിന്റെ ഫ്യൂച്ചർ തന്നെ ബ്ലാങ്ക് ആയപ്പോൾ അതുകൊണ്ട് പഠിച്ച് ഒരു ജോലി പഠിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് ശ്രീകാന്തും ഇവരെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. അച്ഛൻ അപ്പോഴേക്കും ഈ വീഡിയോ ടി വിയിലിട്ട് നമ്മുടെ ശ്രുതിയോടും സുജനും കാണിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴേക്കും അവൻ തെറ്റുകാരനല്ലെന്നും ഉള്ള CCTV ഫുട്ടേജ് സഹിതം അവിടെ കാണിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ മകനെ എല്ലാവരും കൂടി കുറെ കുറ്റം പറഞ്ഞില്ലേ, ഞാൻ പോലും എൻ്റെ മോനെ അടിക്കാൻ പോയി, ഇപ്പം കണ്ടോ എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അയാൾ പറയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്തും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കയറി വരുന്നുണ്ട്. അച്ഛൻ പറയാണ്, നിക്ക് അവിടെ നിൽക്കിയെന്ന് പറയാണ്. വർഷയോടും ശ്രുതിയോടും പറയുന്നുണ്ട്, നിങ്ങളെ ആരതി എടുത്ത് എൻ്റെ മക്കളെ അകത്തേക്ക് കയറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരതി എടുത്ത് അവരകത്തേക്ക് കയറ്റാണ്. രേവതി നന്നായി തന്നെ ശ്രുതിയോടും സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരെ നല്ല തകർത്തു വരുന്നുണ്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കൂടിയിട്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ രവി വന്നിട്ട് നമ്മുടെ രവി ആണെങ്കിൽ സച്ചിയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു കേസ് ക്ലോസ് ആണത്. ഇതെങ്ങനെ പോയാലും 1 മാസത്തോളം വലിപ്പിക്കാനുള്ളൊരു സംഭവമുണ്ട്. ഇത് തമിഴിൻ്റെ അതേ കോപ്പിയായിട്ട് തന്നെ മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെയായിരിക്കും മലയാളത്തിലും വരാൻ പോകുന്നത് കേട്ടോ. ഇതിനി അടുത്ത വീക്കെൻഡിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.